റെയിൻ, ദ ഓൺലി തെറാപ്പി ഐ ക്യാൻ അഫോർഡ് ദീസ് ഡേയ്സ്. നല്ലൊരു വൈകുന്നേരം, നല്ല മഴ, സുന്ദരമായ കാലാവസ്ഥ. ഏത് മൂഡ്? റീഡിംഗ് മൂഡ് തന്നെ. പുറത്തു പോയി മഴ ഇങ്ങനെ ആസ്വദിച്ചിരുന്നപ്പോഴേ പെട്ടെന്ന് വായിക്കാനൊരു ഊതി. ഓടി ഷെൽഫിലോട്ട് നോക്കിയപ്പോൾ ബുക്സൊക്കെ ഉണ്ട്, പക്ഷെ ഏത് വായിക്കുന്ന ഒരു കൺഫ്യൂഷൻ. ഈ മഴയത്ത് കുറച്ച് റൊമാൻറ്റിക് മൂഡല്ലേ നല്ലത്. ഒരു സമയത്ത് ഇൻസ്റ്റയിൽ സ്റ്റോറിയും പോസ്റ്റൊക്കെ കണ്ട് നല്ലപോലെ വായിക്കാൻ ആഗ്രഹിച്ചൊരു ബുക്കായിരുന്നു ഖദീജ. പക്ഷെ അപ്പോൾ കിട്ടിയില്ല, പിന്നെ ആ പൂതി അങ്ങനെ പോയി. ഇപ്പോൾ കിട്ടിയപ്പോൾ ക്ലാസ്സൊക്കെ കാരണം വായിക്കാൻ പറ്റുന്നു. ആദ്യം ആ മഴയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് സിറ്റ് ഔട്ടിലിരുന്ന് വായിക്കാമെന്ന് വിചാരിച്ച് ബുക്ക് എടുത്ത് പോയതാണ്. പക്ഷെ വെള്ളം നല്ലപോലെ അടിക്കുന്നതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. സോ നമ്മുടെ റൂമിലോട്ട് തന്നെ പോന്നു. ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ ബുക്ക്. ഇന്നലെ ആരുടെയോ സ്റ്റാറ്റസിൽ ഈ ഒരു കോട്ട് കണ്ടപ്പോൾ ഞാൻ കുറേ ആലോചിച്ചു, ഇത് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. സംഭവം ഇൻസ്റ്റയിൽ സ്റ്റോറിയിൽ എവിടെയോ വായിച്ചതായിരുന്നു, പക്ഷേ ഖദീജയിലാണെന്നുള്ള കാര്യം മറന്നുപോയിട്ട്. ഈ ഒരു ബുക്ക് വായിച്ച എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു വേർഡ് ഉണ്ടാവും. സംഭവം ഇത്രയേ ഉള്ളൂ, നമ്മുടെയൊക്കെ ലൈഫിൽ പകരം വെക്കാനാവാത്ത ഒരാളുണ്ടാവും. അവരുടെ ലൈഫിലും അതുപോലെ ഒരാളാവുക എന്നുള്ളതാണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. നെക്സ്റ്റ് പേജെത്തി വായിച്ചു തുടങ്ങിയപ്പോൾ ദാണ്ടടാ ഫുൾ ഒരു ചായക്കട വൈബ്. ബേസിക്കലി ഐ എം നോട്ട് എ ചായ ലവർ, പക്ഷേ അതിൽ ആ ചായക്കടയും കഥാപാത്രങ്ങളൊക്കെ വായിച്ചപ്പോൾ ശരിക്കും ഒരു ചായക്കടയിൽ ഇരിക്കുന്ന ഫീല്. അപ്പൊ പിന്നെ ഒരു ചായയൊക്കെ ആവാം. താഴെ പോയി വേഗം കുറച്ച് ചുടുവെള്ളവും ഷുഗറൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ടീ ബാഗ് കൂടെ ഇട്ട ചായ സെറ്റ്. എത്ര പെട്ടെന്നാ ചേഞ്ച് ആയി നോക്കിക്കേ. ഇപ്പതാ നമ്മൾ കുറുക്കന്റെ കല്യാണം എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ലേ, അതായത് മഴയും വെയിലും ഒപ്പം ആ ഒരു കാലാവസ്ഥയാണ് പുറത്ത്. ഈ ഒരു ടൈമിൽ പുറത്തോട്ട് നോക്കിയിരിക്കാനും ആകാശം കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ചായ സെറ്റ് ആയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പൊ ദാ നമ്മുടെ ചൈനീസ് മിഠായി നിങ്ങൾ മറന്നോ? അപ്പം നമ്മൾ സ്റ്റോക്കൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റായിട്ട് വായന അങ്ങോട്ട് തുടങ്ങാം. പിന്നെ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ആക്ച്വലി കുറച്ച് ദിവസങ്ങളായി. സൗണ്ട് പെട്ടെന്നാണ് അങ്ങോട്ട് പോയത്. ഇപ്പോഴും ഫുൾ വോയിസ് തിരിച്ചു കിട്ടിയിട്ടില്ല. എന്നാലും അതിനെ കാത്തിരുന്നാൽ വീഡിയോ ഉള്ളൊന്നും നടക്കില്ല എന്ന് തോന്നിയപ്പോൾ അന്ന് ഞാനൊരു 4 പേജ് വായിച്ചതാണ്. പിന്നെ അത് ഫുൾ ആയിട്ടില്ല കേട്ടോ, വേറെ കാര്യം. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് പെട്ടെന്നൊന്ന് പുറത്ത് പോകാനൊരു പ്ലാൻ ഉണ്ടായത്. വീട്ടിലെല്ലാവരും ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഒരു ഔട്ടിങ്, പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. സോ ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, സോ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായവാലയിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ചായ ലവർ അല്ലാന്ന്. വീട്ടിൽ നിന്ന് ചായ കുടിക്കാറേ ഇല്ല. ആരെങ്കിലുമൊക്കെ ഒഴിച്ച് ഗ്ലാസ്സിൽ ഫ്രണ്ട് കൊണ്ടുവന്ന് വെച്ചാൽ ഇതെങ്ങനെ വേണ്ടാന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കുടിക്കുമല്ലോ, അങ്ങനത്തെ ഇത് തന്നെയാണ് പ്രശ്നം. ഈ ഒരു കിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ആ ടൈപ്പ് ഓഫ് കുടി മാത്രമേ എനിക്കുള്ളൂ. കുടി എന്ന് വെച്ചാൽ മറ്റേ കുടിയല്ല, ചായ കുടി തെറ്റിദ്ധരിക്കരുതേ. പിന്നെ നമ്മൾ ചായലോട്ട് ഓർഡർ ചെയ്തത് പഴംപൊരി, ഉള്ളിവട, പിന്നെ എന്തോ സാധനം, പിന്നെ ലോഡഡ് ഫ്രൈസും ആയിരുന്നു. നമ്മളടുത്ത് ചായവാല 2 പ്ലേസിലുണ്ട്, നിലമ്പൂരുണ്ട്, എടക്കര ഉണ്ട്. ഇന്ന് എടക്കരയിലോട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ ലോഡഡ് ഫ്രൈസ് ഞാനിപ്പോൾ സെക്കൻഡ് ടൈമാണ് കഴിച്ചത്. ആദ്യം ഒരു പ്രാവശ്യം വേറെ എവിടുന്നോ കഴിച്ചപ്പം അതിൽ കുറച്ച് ഉപ്പ് കൂടിയൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഓക്കെയാണ്. പറയാണ്ടിരിക്കാൻ വയ്യ, ചായ അടിപൊളിയായിരുന്നു. വീട്ടിൽ നിന്ന് കുടിക്കാത്തതുകൊണ്ടായിരിക്കും പുറത്തത്തെ ചായ കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ള പോലെ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഒരു ചാനൽ ചെയ്യാനൊരു പൂതി. ഇന്ന് മൊത്തം പൂതികളാണല്ലേ, അതിലിപ്പോൾ നിങ്ങൾ ആലോചിച്ച് ശരിയാണ്. കോളേജിൽ പോയി തുടങ്ങിയപ്പം ഒരു ഒഴിവില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ജേർണലിംഗ് ഒക്കെ എന്താ പറയുക ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ഒരു മീ ടൈം അല്ലെങ്കിൽ ഫ്രീ ടൈം പോലെ നല്ല കാമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടത്തോടെ ചെയ്യുന്ന, അല്ലാണ്ട് വീഡിയോ എടുക്കുക എന്നുള്ളൊരു പർപ്പസിൽ മാത്രം ചെയ്യുന്നതല്ല കേട്ടോ, ഇഷ്ടമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈം പറയുമ്പം സൺസെറ്റൊക്കെ കഴിഞ്ഞില്ല ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ക്യാൻഡിലൊക്കെ കത്തിച്ച് ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് സെറ്റാക്കി. ഞാനിപ്പോൾ കത്തിച്ച ആ ഒരു ക്യാൻഡിലില്ല, അത് സെൻറ്റഡ് ക്യാൻഡിലാണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. നിങ്ങൾക്ക് ക്യാൻഡിൽ കത്തിക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം. കാരണം സ്മെല്ലും നല്ല അടിപൊളിയാണ്, നമുക്ക് റൂമിലൊക്കെ വെക്കാൻ പറ്റും. ഞാൻ ചെറുതായിട്ടാണെങ്കിൽ പോലും ഒരു 5ാം ക്ലാസ്സിലൊക്കെ എത്തിയിട്ടിട്ട് തന്നെ ഈ ഡയറി എഴുതുന്ന ശീലം ഉണ്ടായിരുന്നു. അന്ന് ചെറുതല്ലേ, സോ എന്നൊന്നും എഴുതൂല. എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവങ്ങൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എഴുതി വെക്കും. പക്ഷേ ഇന്ന് ചിലപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നല്ല രസമാണ്. കാരണം അന്നത്തെ ഫ്രണ്ട്സിൻ്റെ പേര്, അവരൊന്നും ഇപ്പോൾ കോണ്ടാക്റ്റും കൂടെ അല്ല, പക്ഷേ ആ ഫ്രണ്ട്സിൻ്റെ പേര് അല്ലെങ്കിൽ അന്നത്തെ ഓരോ സംഭവങ്ങൾ അതൊക്കെ എഴുതി വെച്ച് വായിക്കുമ്പം ചില കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും അതൊക്കെ ഒരു രസമാണല്ലോ. +2 വരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഡയറി എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടിട്ട് അതങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ പോയി, അങ്ങനെ അതങ്ങ് നിന്നു. പക്ഷേ പിന്നെ വിഷ്ണു ഉണ്ടായതിന് ശേഷം അവൻ്റെ കാര്യങ്ങളൊക്കെ ഇതുപോലെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പം ടൈം കിട്ടൂല, അതുകൊണ്ട് തന്നെ ആയിരിക്കണം മേ ബി ഈ ജേർണലിങ് ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ്. കാരണം നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മെമ്മറി പോലെ തന്നെയാണല്ലോ ഇതും കീപ്പ് ചെയ്യുന്നത്.
പിന്നെ ഇന്ന് ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം നമ്മളെല്ലാവരും കൂടെ പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പുറത്ത് പോയിട്ടില്ലെങ്കിലും കുറേ ആൾക്കാർ ഇങ്ങനെ കൂടുക, സംസാരിച്ചിരിക്കുക എന്നുള്ളതൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ സിസ്റ്റർ എന്ന് പറയാൻ തന്നെയാണ് ഇഷ്ടം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അവർ വർഷത്തിൽ ഒരു മാസമേ നാട്ടിലോട്ട് വരുള്ളൂ. അപ്പോൾ അവർ വന്നാൽ ഒരു പുറത്ത് പോക്ക് അത് നമുക്ക് നിർബന്ധമാണ്. സോ അങ്ങനെ ഒരു ഔട്ടിംഗ് ആയിരുന്നു ഇന്ന്, ചെറിയ തോതിൽ എന്നാലും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻ്റൊക്കെയാണ് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ ചായ കുടിക്കാൻ ചായവാലയിലോട്ടാണല്ലോ പോയത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്രൗൺ കളർ വെച്ചിട്ട് ഇങ്ങനെ സർക്കിൾ പോലെ ചെയ്തു. എന്നിട്ട് അതിൽ ചായവാല എന്ന് എഴുതി കൊടുക്കുകയാണ്. കാരണം ഈ പേജ് കാണുമ്പം എനിക്ക് എന്ത് വരണം, ആ ഒരു മെമ്മറി വരണം, അത് മാത്രമേ എനിക്ക് ഉദ്ദേശമുള്ളൂ. ഈ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ രസമുള്ളതും സങ്കടമുള്ളതും സന്തോഷമുള്ളതും അങ്ങനെ പലതരത്തിലുണ്ടാവുമല്ലോ അല്ലേ. നിങ്ങൾ ആരെങ്കിലും ഈ അൽഷിമേഴ്സ് എന്ന് പറഞ്ഞൊരു അസുഖത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ടാവും. തന്മാത്ര എന്ന് പറഞ്ഞ പടം കണ്ടവർ ഏകദേശമൊക്കെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒരു ഏകദേശം ഒരു അറിവും ഉണ്ടാവും. എൻ്റെ ഉമ്മമാക്ക് അൽഷിമേഴ്സിൽ ഡിമെൻഷ്യ എന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു കേട്ടോ. ആളിപ്പോൾ ഇല്ല. പക്ഷേ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ മക്കളെ പോലും പ്രസവിച്ച് നമ്മളെ മക്കളെപ്പോലും ആരാണെന്ന് അറിയാത്തൊരവസ്ഥ. സത്യം പറഞ്ഞാൽ അത് പറയാൻ നിന്നാൽ ഞാൻ ഒരുപാട് ഇമോഷണൽ ആവും. എന്നാലും ആ ഒരു അവസ്ഥ നമുക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ഒരുപാട് ആലോചിക്കാറുണ്ട്. എൻ്റെ ഉപ്പയും ഉമ്മമാൻ്റെ എല്ലാ മക്കളും ഉമ്മമാൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയും അവർ ഇന്ന ആളാണ്, പേര് പറഞ്ഞിട്ട് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്. നാളെ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്താവും നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു പോവുമല്ലോ. അതുകൊണ്ടൊക്കെയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഈ മെമ്മറീസ് എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് എപ്പോഴും. അത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഒന്നുമില്ലെങ്കിൽ ബുക്സും പെന്നും ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതി വെക്കും. അതില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഫോണിലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കുറിപ്പായിട്ട് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഈ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് കേട്ടോ. മിഠായി കവർ ഉണ്ടെങ്കിൽ അത് എടുത്ത് വെക്കും. എന്തെങ്കിലും ഒരു ഡേയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് കീപ്പ് ചെയ്യാൻ മാക്സിമം നോക്കാറുണ്ട്. മേ ബി ചിലപ്പോൾ എനിക്ക് തോന്നും ഈ ഒരു ലൈഫ് അങ്ങനെ കണ്ടിട്ട് ഉള്ളൊരു പേടിയാണോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാം ഇതുപോലെ ചെയ്യണം എന്നൊന്നും ഞാൻ പറയൂല. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മെമ്മറീസൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ചെയ്യുന്നത് നല്ലതാവും. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആവേണ്ടതല്ലേ. നമ്മുടെ ഓരോ ഡേയ്സ് കഴിയുമ്പോഴും പലർക്കും കിട്ടാത്ത പലതും നമുക്ക് കിട്ടുന്നുണ്ട്. തിരിച്ചും ഉണ്ടാവാം, സ്വാഭാവികം. പക്ഷേ നമ്മളിൽ ആരെങ്കിലും കിടക്കാൻ നേരത്ത് ഇന്ന് ഞാൻ ഗ്രേറ്റ്ഫുള്ളാണ്, ഇന്ന് എനിക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടി എന്ന് പറഞ്ഞ് സന്തോഷിക്കാറുണ്ടോ? പകരം പലപ്പോഴും നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്തായിരിക്കും, ഇന്ന് ആ കാര്യം നടന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇത് വിചാരിച്ചിരുന്നു അത് ചെയ്യില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കാവും ചെയ്യുക. അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ചിട്ട് ആലോചിക്കുക. നമുക്ക് എന്തൊക്കെ ഇതുവരെ കിട്ടിയിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഇനിയും നമ്മളെ കൊണ്ട് പലതും ചെയ്യാൻ പറ്റും, അതെങ്ങനെയൊക്കെ ചെയ്യാം, ഞാൻ ഇന്നത്ര ഗ്രേറ്റ്ഫുള്ളാണ്, ഇതൊക്കെ നമുക്ക് ആലോചിക്കാം. ഇതുപോലെയൊക്കെ ജേണൽ പോലെ ചെയ്തും വെക്കാം. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ, ഹാപ്പി ആയിട്ടിരിക്കുക. സങ്കടങ്ങൾ എന്തായാലും ഉണ്ടാവും, മനുഷ്യരാണ്, ജീവിതമാണ്. പക്ഷേ ആ സങ്കടങ്ങളെയൊക്കെ ഓർത്ത് നെഗറ്റീവായിരിക്കുന്നതിന് പകരം നമ്മളെ ലൈഫിൽ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെൻ്റ് ഉണ്ടാവില്ലേ. എന്തിന് ലൈഫ് ആ ഡേയിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും. അവരെയൊക്കെ ഒന്ന് റീകളക്ട് ചെയ്തെടുത്താലേ നമ്മൾ ആ സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് പോയിക്കോളും. പിന്നെ അതിന് ജേർണലിംഗ് തന്നെ ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. ഞാൻ ചെയ്യുന്നൊരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. പറഞ്ഞ് കാട് കയറി എന്ന് പറഞ്ഞ പോലെ ഞാൻ എവിടെയൊക്കെയോ ഇതുവരെ ജേർണലിംഗ് തുടങ്ങിയതല്ലേ. സോ അങ്ങോട്ട് തന്നെ തിരിച്ചു വരാം. ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. നീ ഒന്ന് ഭംഗി കൂട്ടാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സാണ്. എനിക്കത് ഉണ്ടാക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് അതും ഒരു രസം. അപ്പോൾ എനിക്ക് ഓർത്തെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഒരു മെമ്മറി ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ നെക്സ്റ്റ് പേജിൽ എന്തെഴുതുന്നു ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഖദീജ ഉണ്ടല്ലോ ഒന്ന് വായിച്ചത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ കോട്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്നെ അങ്ങോട്ടേക്കൊന്ന് എഴുതിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ ഒരുപാട് നല്ല നല്ല വരികൾ അല്ലെങ്കിൽ കോട്ട് പോലത്തെ സംഭവങ്ങൾ ഞാൻ സ്റ്റോറിയിലായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ വായിച്ച അങ്ങോട്ടേക്കൊന്നും എത്തിയിട്ടില്ല. ചുമ്മാ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഖദീജ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ ഏതെങ്കിലും പ്രിയപ്പെട്ട വരികളുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ഞാൻ പറഞ്ഞല്ലോ വായിച്ചത് അത്രയും വെച്ചിട്ട്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വരികളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ജേർണലിംഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസത്തെ മെമ്മറി മൊത്തം 2 പേജിൽ അങ്ങോട്ട് ഒതുക്കിയിട്ടുണ്ട്. അപ്പം ഇനി പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, നെഗറ്റീവ് മൈൻഡൊക്കെ മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എന്നും പറയുന്നത് പോലെ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ തന്നോ, ഫ്രീ അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.